ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരസഭയിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പുതിയ യന്ത്ര സംവിധാനം വരുന്നു. സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ ജൈവമാലിന്യം ശേഖരിച്ച് സംസ്കരിച്ച് വളമാക്കുന്ന ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ സംവിധാനമാണ് പ്രവർത്തനം തുടങ്ങുന്നത്. പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം. മാലിന്യ ശേഖരണം ഉൾപ്പെടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വ്യാപാരികളുടെ യോഗം നടത്തി. നിശ്ചിത തുക വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കിയാണ് ജൈവമാലിന്യം ശേഖരിക്കുക. 1 കിലോഗ്രാമിന് 7 രൂപ എന്ന നിരക്ക് ഏർപ്പെടുത്താനാണ് ആലോചന. ജൈവമാലിന്യം നിശ്ചിത ഇടവേളകളിൽ ശേഖരിച്ച് പനമണ്ണയിലെ പ്ലാന്റിലെത്തിക്കും. തുടർന്ന് സംസ്കരിച്ച് വളമാക്കി മാറ്റും. വളം വിൽപ്പന നടത്തും. 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജൈവമാലിന്യ സംസ്കരണത്തിനായി സംവിധാനമൊരുക്കിയത്. 50 ലക്ഷം രൂപയായിരുന്നു ചെലവ്. ഒരേ സമയം 1 ടൺ മാലിന്യം വരെ വേർതിരിച്ച് വളമാക്കാനാകും. 7 ദിവസം കൊണ്ട് സംസ്കരണം പൂർത്തിയാക്കി വളം ലഭ്യമാകും. ഹോട്ടൽ, ബേക്കറി, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കും. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് പൂർണ്ണമായും തടയാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതിയുടെ വിശദീകരണ യോഗം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി. സെക്രട്ടറി AS പ്രദീപ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, ഹെൽത്ത് സൂപ്രണ്ട് VS വിസ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.